സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതയുടെ മാധുര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ഗീതോപദേശം, അർജുന വിഷാദ യോഗം മുതൽ യുദ്ധാവസാനം വരെയുള്ള 10-18 അധ്യായങ്ങളിലായി വന്നിട്ടുള്ള ഗീതോപദേശത്തെ വിവിധ വിഷയങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും വിവിധ തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ട് എന്ന്, രാജയോഗവുമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ വളരെ വിശദമായി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗ, ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞ് പുസ്തകം തന്നെ വന്നിട്ടുണ്ട്, വളരെ മനോഹരമായി. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർമ്മയോഗോ വിശിഷ്യതേ. കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമവും നമ്മുടെ ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ പറയുന്നിടത്ത് നിന്നും വ്യത്യസ്തമായി കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇതും വലിയ മോക്ഷമാണ് അല്ലെങ്കിൽ വലിയ യോഗമാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. സന്യാസ കർമ്മയോഗച്ഛ നിശ്രേയസ്സ കരാവു ഫൗ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ആത്മവിചാരത്തിലുള്ള അർഹത നേടിയ ഒരാൾ ലൗകിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുന്നതും അതിനുള്ള അർഹത കൈവന്നിട്ടില്ലാത്ത ഒരാൾ, അതായത് നമ്മൾ ആത്മവിചാരപ്രകാരം ലൗകികമായ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഒരാൾ സന്യാസിയാകുന്നതും അതേസമയം അതൊന്നും ഉപേക്ഷിക്കാതെ തന്നെ അതിൻ്റെ അർഹതയൊന്നും നേടാത്ത ഒരാൾ തന്നെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതും ഒരുപോലെ മോക്ഷോപായങ്ങളാണ്. അപ്പോൾ കർമ്മയോഗം ചെയ്താലും മതി, നന്നായി കർമ്മം ചെയ്താലും അതിനകത്ത് മോക്ഷം ഉണ്ടാകും എന്നാണ്. ഇവയിൽ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സന്യസിക്കുന്ന ആൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. അങ്ങനെയും പറയുന്നുണ്ട്. കാരണം പ്രയാസം കർമ്മയോഗം അനുഷ്ഠിക്കാനാണ്, സന്യസിക്കാൻ അത്ര പ്രയാസമില്ല. ഭൗതിക ജീവിതം വിട്ടുകഴിഞ്ഞാൽ ലൈംഗികത പോലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നതൊക്കെ ഒഴിച്ചാൽ, അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസിമാരുടെ കാര്യം പറയണം, അല്ലാതെ ഈ അവിടെ സന്യാസിമാരായിരുന്നുകൊണ്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല. യഥാർത്ഥ സ്വാമി സന്യാസിക്കായാൽ ഒരു ഭൗതിക ജീവിതത്തിലുള്ള ലൈംഗിക ജീവിതം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാര്യാഭർത്തൃ ജീവിതമൊക്കെ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അർത്ഥത്തിലും സന്യാസത്തിന് സുഖകരമാണ് കാര്യങ്ങൾ. അത്ര കാരണം കുറഞ്ഞ ഭക്ഷണം, കുറഞ്ഞ വസ്ത്രധാരണ രീതികൾ, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറഞ്ഞ അല്ലാതെ ശരീരത്തിൽ കുറച്ചെന്നുള്ളത് എണ്ണത്തിൽ കുറഞ്ഞ വസ്ത്രങ്ങളെ ഉണ്ടാവുകയുള്ളൂ. വളരെ നാമമാത്രമായ ആവശ്യങ്ങൾ മാത്രമുള്ള രീതിയിൽ ജീവിക്കുന്ന ആളായിരിക്കും എപ്പോഴും സന്യാസി. അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒരുപാട് സംഘർഷവും ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമം ചെയ്യുന്ന കർമ്മയോഗമാണ്, അതും മോക്ഷപ്രാപ്തമായിട്ടുള്ള കാര്യമാണ്. കർമ്മത്തിൻ്റെ വിവിധ വശങ്ങളും സ്വഭാവങ്ങളുമാണ് ഈ ഇതിലൂടെ പറയുന്നത്. ഇതിൽ 3 അധ്യായങ്ങൾ തന്നെ കർമ്മത്തിൻ്റെ വിശിഷ്ട കാര്യങ്ങൾ പറയാൻ 3 അധ്യായങ്ങൾ തന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രയാണ് ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാകും. 1 തൊട്ട് 4 അധ്യായങ്ങളുടെ രൂപം കൊണ്ടുവരുന്ന ആശയങ്ങളും ഉപദേശങ്ങളും ഗ്രഹിച്ചതിൻ്റെ ഫലമായി അർജുനൻ്റെ മനസ്സിൽ കർമാനുഷ്ഠാനത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും പൊങ്ങി വന്നൊരു സുപ്രധാന സംശയം ഉന്നയിച്ചുകൊണ്ടാണ് 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ 2-ാം അധ്യായം അദ്വിതീയവും അനിർവചനീയമായ ആയിട്ടുള്ള അപരിമേയമായ ആത്മാവിൻ്റെയും ആത്മാവിൽ ഉദിച്ചിട്ടുള്ള ആത്മാനുഭൂതിയിൽ ഉറച്ച സ്ഥിതപ്രജ്ഞത്തിൻ്റെ വിവരണം കേട്ടപ്പോൾ ജീവിതത്തിൽ ആത്മാവിനല്ലാതെ മറ്റൊന്നിനും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുകയും ആത്മാവുള്ള ശരീരം കർമ്മം ചെയ്യുകയാണ് പ്രധാനമെന്നും കർമ്മം അനിവാര്യമാണെന്നും 3-ാം അധ്യായത്തിലും കർമ്മം വിവേകപൂർവ്വം ജീവിത വിജയത്തിന് സഹായവും ആത്മശ്രേയസ്സിന് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വയം പ്രകാശിതമാകാൻ കർമ്മം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതും വിശദീകരിക്കുന്നുണ്ട്. അത് കേട്ട് അർജുനൻ്റെ മനസ്സിൽ ചില സ്വാഭാവികമായിട്ട് ചില സംശയങ്ങളുണ്ടായി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കർമ്മസന്യാസമോ കർമ്മയോഗമോ കൂടുതൽ ശ്രേഷ്ഠമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടുള്ള മറുപടിയായിട്ടാണ് പറയുന്നത് കർമ്മസന്യാസ യോഗത്തിലെ പ്രതിപാദ്യം 5-ാം അധ്യായത്തിൽ പറയുന്നത്, സന്യാസയോഗമോ കർമ്മയോഗമോ ഏതനുഷ്ഠിച്ചാലും അതിൻ്റെ ശുദ്ധവും പൂർണ്ണവുമായിട്ടുള്ള അവസ്ഥയിൽ ഈശ്വരാനുഭൂതി ഉണ്ടാകുമെന്നും കർത്തവ്യ കർമ്മങ്ങളും ധർമ്മവും അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്നും അത് കൃത്യമായി വഴിപോലെ അനുഷ്ഠിച്ചും മാത്രമേ സന്യാസത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ
സന്യാസത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഒരുപാട് പേര് അങ്ങനെയാണ് പോയിരിക്കുന്നത്. സന്യാസി എന്ന് കേട്ടാൽ ഉടൻ കല്യാണം കഴിച്ചുകൂടാ, സ്ത്രീകളെടുത്ത് വന്നുകൂടാ, സ്ത്രീകളെ തൊട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞാണ് പഠിച്ചു വയ്ക്കുന്നത്. അങ്ങനെയല്ല, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് സ്വാനപ്രസ്ഥത്തിലേക്ക് പോയി അവിടെ നിന്നാണ് സന്യാസ ജീവിതത്തിലേക്ക് പോകേണ്ടത്. വളരെ മനോഹരമാണത്. പക്ഷേ അത് കർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസം അപൂർണവും അപകടകരവുമാണെന്നും ധർമ്മ നിർവഹണം പൂർണ്ണതയിലെത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ കർമ്മനിവൃത്തിയാണ് സന്യാസമെന്നും ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. വളരെ കൃത്യമായി പറയുന്നു, കർമ്മത്തിലധിഷ്ഠിതമായ ഒരു ജീവിതമാണ് പ്രധാനം. കർമ്മത്തെ ഉപേക്ഷിക്കലാണ് സന്യാസമെങ്കിൽ അയാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അത് വ്യക്തമല്ലേ? സ്വന്തം കയ്യിലില്ലാത്ത ഒന്ന് ആർക്കെങ്കിലും ഉപേക്ഷിക്കാൻ കഴിയുമോ? ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ട വസ്തു തൻ്റെ അധീനതയിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർമ്മസന്യാസത്തിൽ കർമ്മത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ഒരാൾ കർമ്മം ഉപേക്ഷിച്ചിട്ടാണ് സന്യാസത്തിലേക്ക് പോകുന്നത്. അല്ല നേരത്തെ തന്നെ കർമ്മമൊന്നുമില്ല, അല്ലെങ്കിൽ കർമ്മ ഉപാധികളൊന്നും ചെയ്തുകൊണ്ടിരിക്കാത്ത ആൾ എന്തുപേക്ഷിച്ചിട്ടാണ് സന്യാസത്തിലേക്ക് പോകാൻ കഴിയുന്നത്? ഒന്നും ഉപേക്ഷിക്കാനില്ല, നേരിട്ട് സന്യാസത്തിലേക്ക് പോകും. അതിനേക്കാൾ കൂടുതൽ മെച്ചമായി പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി പറയുന്നത്, ഉള്ളത് ഉപേക്ഷിച്ചിട്ട്, ഉള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട്, കർമ്മോപാധികളും കർമ്മധർമ്മങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷം പോകുന്നതാണ് സന്യാസത്തിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ കർമ്മങ്ങളെ യഥേച്ഛ നിർവഹിച്ച് ആത്മബോധവും അന്തഃശുദ്ധീകരണവും ഒക്കെ വരുത്തിയതിന് ശേഷം മാനസികമായും ശാരീരികമായും മനഃശുദ്ധിയും ശരീരശുദ്ധിയും ആത്മശുദ്ധിയും പഞ്ചശുദ്ധികളൊക്കെ വരുത്തിയതിന് ശേഷം സന്യാസത്തിലേക്ക് പോകുന്നതാണ് വളരെ നല്ലത് എന്ന് പറയുന്നു. പ്രാകൃതാവസ്ഥയിൽ നിന്ന് പൂർണ്ണാവസ്ഥയിലെത്തിയത് 3 ഘട്ടങ്ങളിലാണ്. സകാമകർമ്മം, അതുപോലെ തന്നെ നിഷ്കാമകർമ്മം, ധ്യാനം. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിയിരിക്കുന്നതിൽ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് പലതും നമ്മുടെ ആഗ്രഹങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ പലതും ചെയ്യുമ്പോൾ സ്വകർമ്മങ്ങളിൽ വിരസതയും വ്യർത്ഥത ബോധവുമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. നമ്മൾ ഇതിൽ വ്യവഹരിച്ച്, അതായത് നമ്മുടെ വ്യവഹാര പ്രക്രിയയിൽ നമ്മൾ വ്യാപരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കിതൊക്കെ മടുത്ത് ഇതിലൊന്നൊരു കാര്യമില്ലാന്ന് തോന്നാം. ഈ ഘട്ടത്തിൽ സ്വാർത്ഥത വെടിഞ്ഞ് അർപ്പണ മനോഭാവത്തോടു കൂടി സേവനവും ത്യാഗവും അനുഷ്ഠിക്കാനുള്ള പ്രേരണ ചിലപ്പോൾ മനുഷ്യർക്കുണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ വളരെ ഭ്രാന്ത് വരും. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ 2 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ വാസനാമാലിന്യങ്ങൾ നീങ്ങി അന്ധകരണം ശുദ്ധമാകുന്ന ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് കർത്തൃഭേദഭാവമോ ഇഷ്ടാനിഷ്ടങ്ങളോ ഇല്ലാതെ സമനില പാലിക്കുന്നതാണ് സന്യാസി. അയാളെ സംബന്ധിച്ചിടത്തോളം, സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ടോ വേഷഭൂഷാദികൾ കൊണ്ടോ ഒരാൾക്കും സന്യാസിയാവുക സാധ്യമല്ല. ഒരു കാവ്യ എടുത്ത് ഉടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ, വാചോടോപമായി വർത്തമാനം പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി ഉപദേശങ്ങൾ നൽകിയത് കൊണ്ടോ ഒരാളും സന്യാസിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുനൻ ക്ഷത്രിയനും യോദ്ധാവുമാണ്. അയാൾ യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും യുദ്ധം ചെയ്യലെന്ന് പറയുന്നതും ഭീരുത്വമാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ബന്ധന കാരണം എന്തോ അതിനുപേക്ഷിച്ചാൽ മാത്രമേ സന്യാസിയാവുകയുള്ളൂ. അപ്പോൾ യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താൽ പിന്നെ അത് ഉപേക്ഷിക്കുക കൂടെ ചെയ്യണം. ഉപേക്ഷിക്കുമ്പോൾ സന്യാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുടുംബമോ ബന്ധുജനങ്ങളോ ധനമോ ദേഹാദി വസ്തുക്കളോ അല്ല ബന്ധന കാരണം. അവയുടെ നേരെയുള്ള രാഗ വിദ്വേഷാദി ഭാവങ്ങളാണ് മനുഷ്യനെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്, ഈ മോശം ആക്കുന്നത്, അല്ലെങ്കിൽ ഈ കർമ്മബന്ധിതമാക്കി നിർത്തുന്നത്. അകത്ത് രാഗദേശാദി ഭാവങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അഷ്ടരാഗങ്ങളും ദുഃഖവും സങ്കടവും പ്രയാസവും പ്രതിഷേധവുമൊക്കെ ഉള്ളിൽ വച്ചുകൊണ്ട് പുറമേ ഭംഗിയായി സംസാരിക്കുന്ന ഒരാളിന് പുറമേയുള്ള വിഷയങ്ങൾ ഉപേക്ഷിച്ചിട്ടും ഒരു കാര്യമില്ല. ശരിക്കും ഉപേക്ഷിക്കേണ്ടത് മനസ്സിൻ്റെ അഷ്ടരാഗങ്ങളെയും മനസ്സിലുള്ള മാലിന്യങ്ങളെയുമാണ് കളയേണ്ടത്. അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കർമ്മം ചെയ്യലോ ചെയ്യാതിരിക്കലോ അല്ല സന്യാസത്തിൻ്റെ നിയാമക ലക്ഷണം. ബാഹ്യലോക വിഷയത്തിനായി കഴിയുന്ന അർജുനെ പോലുള്ളവർക്ക് കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. കർമ്മം ചെയ്തുകൊണ്ട് വേണം കർമ്മസന്യാസത്തിലേക്കും നീങ്ങാൻ. ആത്യന്തികമായി ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അവയിൽ പിന്നെ നമുക്ക് ജ്ഞാനവും സന്യാസവും ഭക്തിയും എല്ലാം സമരസപ്പെട്ട് ഒന്നിലേക്ക് ലയിക്കുന്ന അവസ്ഥ വരും. അവിടെ നിന്ന് പിന്നെ ഒന്നിലേക്ക് മാറാൻ ജ്ഞാനവും ഭക്തിയും സ്നേഹവും അതുപോലെ തന്നെ സന്യാസവും എല്ലാം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യമില്ല, അതിലേക്ക് തന്നെ പോകാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ തോടും നദിയും പുഴയും സമുദ്രം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് വേർതിരിവുണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്ന മനുഷ്യജീവിതം എന്ന് പറയുന്ന പോലെ മനുഷ്യജീവിതം കർമ്മം കൊണ്ട് മാത്രമേ പുണ്യമാവുകയുള്ളൂ, അത് പൂവണിയുകയുള്ളൂ. കർമ്മനിവർത്തിയാണ് ലക്ഷ്യമെന്ന് മറക്കാനും പാടില്ല.
നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിലൂടെ ആ കർമ്മം ഉപേക്ഷിക്കുന്നതിലൂടെ സമ്പൂർണ്ണമായി കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കുന്ന കാഴ്ചപ്പാടിലൂടെയാണ് മനുഷ്യൻ കർമ്മയോഗോ വിശിഷ്യതേ എന്ന് വരുന്നത്, കർമ്മയോഗത്തിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടുന്നത് എന്നും ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടി, കർമ്മബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടി നിങ്ങൾ സന്യാസം സ്വീകരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അതിനേക്കാൾ മോക്ഷമായി കൂടുതൽ മോക്ഷപ്രാപ്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കരണീയമായിട്ടുള്ളത്, കർമ്മങ്ങൾ ചെയ്ത് കർമ്മബന്ധങ്ങൾ അഴിഞ്ഞ് അത് അറ്റുപോയി അവിടെ നിന്ന് ആ ഉത്തരവാദിത്വങ്ങൾ ചെയ്തതിന് ശേഷം സന്യാസത്തിലേക്ക് വരിക. മകനായി, അച്ഛനായി, അപ്പൂപ്പനായി, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പുരുഷനും മകളായി, അമ്മയായി, അമ്മുമ്മയായി, ഓരോ കാലഘട്ടത്തിലും സ്ത്രീക്കുമൊക്കെ കൃത്യമായ കടമകളും കർമ്മങ്ങളുമുണ്ട്. അത് ചെയ്തതിന് ശേഷം വളരെ നല്ല രീതിയിൽ സന്യാസത്തിലേക്ക് പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലേക്കുള്ള സന്യാസ ജീവിതം ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഹേ അർജുന, കർമ്മമാണ് വളരെ പ്രധാനം. 4-5 അധ്യായങ്ങളിലായിട്ട് കർമ്മം ചെയ്യുക, കർമ്മം ചെയ്തതിന് ശേഷം കർമ്മബന്ധനത്തിൽ നിന്ന് മോക്ഷിതനാവുക, അല്ലെങ്കിൽ മോചനം നേടുക എന്നതാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കർമ്മബന്ധിതമായ ഒരു ജീവിതത്തെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ, അല്ലാതെ കർമ്മത്തെക്കുറിച്ച് ബേജാറായി അതിൽ നിന്ന് മാറലുമല്ല, അല്ലാതെ ചില ആളുകൾ ചെയ്യുന്ന പോലെ നേരിട്ട് ബ്രഹ്മചര്യത്തിലേക്ക് പോയി കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടലുമല്ല. ഞാനിതാ എൻ്റെ യുദ്ധം നിർത്തിയിരിക്കുന്നു, എൻ്റെ എല്ലാ കർമ്മങ്ങളും നിർത്തിയിരിക്കുന്നു, ഞാനിനി സന്യാസിക്കാൻ പോകുന്നു എന്ന് പറയുന്നിടത്തല്ല കൂടുതൽ മോക്ഷപ്രാപ്തി. എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച്, തനിക്കൊരു കർമ്മങ്ങളും നിർവഹിക്കാനില്ലാതെ വന്ന് എല്ലാ കർമ്മബന്ധങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ നിഷ്കാമ കർമ്മമെല്ലാം ചെയ്ത് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. അത് പക്ഷേ ഒരു ജന്മത്തിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴാണ് കർമ്മമോക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായി കർമ്മത്തിലൂടെ കാര്യങ്ങൾ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ കർമ്മമോക്ഷത്തിലൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നത്.